ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു മോബായിട്ട് ഫൈറ്റ് ചെയ്യാൻ പോകണം. ഈ മോബിൻ്റെ പേരാണ് മെഡൂസ. അപ്പോൾ നമ്മൾ ഈ മോബിനെ എങ്ങനെയാലും കൊല്ലണം എന്ന് പറഞ്ഞാൽ നമ്മളല്ലേ ഇവരെ കൊല്ലാൻ പോകുന്നത്. അയൺഗോളത്തിനെ സ്പോൺ ചെയ്ത് അയൺഗോളത്തിനെ കൊണ്ടാണ് നമ്മളെ കൊല്ലാൻ പോകുന്നത്. അപ്പോൾ എത്ര ടൈം എടുക്കുമെന്നും എല്ലാം നമ്മൾ നോക്കുകയാണ്. അവസാനം നമ്മളൊരു വാർഡനെ കൊണ്ട് കൊല്ലാനും കൂടെ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ അയൺഗോളത്തിനെ വെച്ച് നോക്കാം. അപ്പോൾ ഫസ്റ്റ് അയൺഗോളം അവനങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ഇതാണ് ഇവിടുന്ന് കിട്ടുന്ന ലൂട്ട്. ആകെ നമ്മൾ അടിയിൽ നിന്ന് ഒരു ചെസ്റ്റേ കണ്ടുള്ളൂ. ഇത് ചെസ്റ്റ് ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ അവളുടെ മുമ്പിൽ കൊണ്ട് നമുക്കൊരു അയൺഗോളത്തിനെ വെച്ച് നോക്കാം. അതേ അവർ ഫൈറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടുപേരും വന്ന് രണ്ടുപേരും കല്ലാക്കി ഗൈസ്. അപ്പം ഇതാണ് അവരുടെ പവറെന്ന് നമുക്ക് തോന്നുന്നത്. അപ്പം അടുത്ത അയൺഗോളത്തിനെ ഉണ്ടാക്കി അവളെ കൊല്ലാൻ നോക്കി. അവൾ അതിനെയും കല്ലാക്കി. അപ്പോൾ നമ്മൾ 2 എണ്ണം വെച്ച് ഇത് വരുമെന്ന് നമുക്ക് തോന്നുന്നു. ഇത് കാരണം കുറേ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. ഇനി അവൾ ചത്തില്ലേ അത് നല്ല പവറായിരിക്കും. കാരണം മെഡൂസയുടെ ഒരു ഭാഗം പോയി കേട്ടോ. ഹാർട്ട് പോയി. അപ്പം അങ്ങോട്ട് ഇവന്മാർക്ക് പോകാൻ പറ്റുന്നില്ല. നമുക്ക് ഒരെണ്ണം കൂടെ വെച്ചിട്ട് ആ ട്രാപ്പ് എന്നാന്ന് പോയി നോക്കാം. അപ്പോൾ ഇവിടെ ട്രാപ്പായി കിടക്കും ഇവന്മാരെ. അപ്പം ഇവന്മാരെ ഒന്ന് പോയി രക്ഷിച്ചേക്കാം. അതിന് മുമ്പ് ലാസ്റ്റ് ഒരെണ്ണം കൂടെ വെച്ചേക്കാം. അപ്പോൾ ഈ സംഭവം പൊട്ടിച്ച് കളഞ്ഞിട്ട് ആ ബ്ലോക്കും കൂടെ പൊട്ടിച്ച് കളയാം. അപ്പോൾ ഇത്രയും പേരെ അവളെ കൊല്ലാൻ നോക്കുകയാണ്. ഇനി അവൾ ചത്തില്ലേ അതൊരു നല്ല പവറുള്ള മോബായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വാർഡനെ സ്പോൺ ചെയ്യാം. വാർഡനെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ കൊണ്ടുവെക്കാം. വാർഡനെ വെച്ചു. നമുക്ക് നോക്കാം. നിങ്ങൾ കണ്ടോ വാർഡൻ എന്നാ ചെയ്യണേന്ന്. അവളുടെ ഹാർട്ട് നല്ല രീതിക്ക് പോകുന്നുണ്ട്. ഓ കൊന്ന്. Muchas gracias, afición. Este para vosotros. അപ്പോൾ അവൻ കൊന്നിരിക്കുകയാണ് അവരെ. അവൻ ഒറ്റയ്ക്ക് എല്ലാ അയൺഗോളത്തിനെ അതേപോലെ തന്നെ ആ മോബിനെയും കൊന്ന്. പിന്നെ നമ്മൾ കാണിക്കാൻ പോണത് ഈ ഒരു സ്ഥലമാണ്. ഇവിടെ ഫസ്റ്റ് തന്നെ കുറേ ഓറുണ്ട്. ഫസ്റ്റ് ഒരു ഏൻഷ്യൻ ഡെബ്രി ഉണ്ട്. പിന്നെ ഇവിടെ കുറേ ഡയമണ്ട് ഉണ്ട്. അതേപോലെ അപ്പുറത്ത് കുറച്ച് ഡയമണ്ട് ഉണ്ട്. അമതെസ്റ്റ് ജിയോടുണ്ട്. ഇതാണ് ഇവിടുത്തെ ഡ്രാഗൺ. കണ്ട 3-4 ഡ്രാഗൺ ഉണ്ട്. അപ്പോൾ ഈ ഡ്രാഗന് നല്ല പവറാണ്. ഒരു തീ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അപ്പം ചാവും. അതാണ് ഇവന്മാരുടെ പവർ. ഇത്രയും ഡയമണ്ട് ഉണ്ട് ഗൈസ്. ഇത്രയും ലൂട്ട് വെച്ച് നമുക്ക് ഒരു ഫുൾ ഡയമണ്ട് ആർമർ ആൻഡ് ടൂൾസ് ഉണ്ടാക്കാൻ പറ്റും. അപ്പം ഈ സ്ഥലം ഫുൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞാൽ കുറേ ഫയർ വിടാൻ എത്ര പൊക്കത്തിൽ നിന്ന് താഴത്തോട്ട് ഫയർ വിടാൻ പറ്റും കണ്ടോ. ഇനിയിപ്പോൾ ഇത്രയും പൊക്കത്താണ്. അവിടെ നിന്നാണ് ഫയർ വിടുന്നത്. അപ്പോൾ ഇവന് സോണിക് ബൂം ഇടാൻ പറ്റത്തില്ല അവിടം വരെ. നമുക്ക് ഒരു വാർഡനെ ഞങ്ങൾ സ്പോൺ ചെയ്ത് നോക്കാം. ശിവനൊന്നും ചെയ്യണില്ല. ഇവരുടെ എന്തോ ഒരു വല്ലാത്ത ടൈപ്പ് ഒച്ച കേട്ടോ ഗെയിമിനകത്ത്. നമുക്കിവിടെ ഇതാണ് നമ്മൾ ലൂട്ട്. ഇത്രയും സ്ഥലത്തുള്ളത് ഇത് ഫുൾ എക്സ്പ്ലോർ ചെയ്താൽ നമുക്ക് നല്ല ലൂട്ട് കിട്ടും. അതേപോലെ തൊട്ടപ്പുറത്ത് നമ്മുടെ മെഡൂസയുടെ ഹൗസും ഉണ്ട്. അവിടെയാണ് അവൻ നിൽക്കുന്നത്. കണ്ട അവൻ അത്രയും ദൂരത്ത് പോയി. അവന് ഒട്ടും ഹെൽത്ത് ഇല്ല. അവൻ തന്നെ ഹേർട്ട് ആവുന്നുണ്ട്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ.